ചായ കുടിച്ചങ്ങാണ്ട് പോയി വാതിലടച്ചിട്ടിരിക്കുകയാണ്. അടുക്കളയ്ക്ക് കടന്നു നോക്കിയിട്ടില്ല. എങ്ങോട്ടോ പോകാനുള്ള പ്ലാനാണ് തോന്നുന്നുണ്ട്. രണ്ടും കൂടി ഇട്ടിട്ടിരിക്കണം. എന്താണ് പ്ലാൻ എന്ന് കണ്ടുപിടിക്കണല്ലോ. സിത്തോ ഞാൻ റെഡിയായി. നീ വേഗം ഒരുങ്ങിട്ട് വേഗം വന്നോ നോക്കിയേ. ഇപ്പൊ തന്നെ ലേറ്റ് ആയിട്ടാ. സിനിമയിലൊക്കെ പകുതി വരെ കാണേണ്ടി വരും. വേഗം റെഡിയാവും നീ. ഞാൻ ഇതാ റെഡിയായി ഷമീർക്ക. അതിനിപ്പോ സമയമൊന്നും ആയിട്ടൊന്നും ഇല്ലല്ലോ. 11 മണിക്ക് തന്നെയല്ലേ? അരമണിക്കൂർ ഇവിടെ ഞാൻ റെഡി ആയി കഴിഞ്ഞ്. നിങ്ങളെ മേക്കപ്പും ഡ്രസ്സുമാരെല്ലാം കഴിയുമ്പോ തന്നെ അവിടെ സിനിമ പകുതി തുടങ്ങിണ്ടാവും. വേഗം ഒന്ന് മാറ്. ഇനി ഇത്ര ലോങ് പോവാനുള്ളതല്ലേ. വേഗം വരാൻ നോക്കി നീ. ആ കഴിഞ്ഞു ഷമീർക്ക. 1 മിനിറ്റ്. ഈ തട്ടവും കൂടി ഒന്ന് കുത്തിക്കഴിഞ്ഞാ കഴിഞ്ഞു. മോനെ ഉമ്മ എന്തുമ്മ എന്തെറ്റി? മോനെ എനിക്ക് ഭയങ്കര തലവേദന. തൊണ്ടമ്മനെ ചുമയടക്കുണ്ട്, പനിക്കണം, വയറ് വേദന, വയറൊക്കെ തവന്ന് വീർത്തെനിക്ക്. തീരെ വയ്യ മോനെ, തല പൊന്തുമില്ല. അമ്മ അതോടെയാണ് പോയിട്ട് ചായയും കടിയൊക്കെ ഉണ്ടാക്കി. തീരെ വയ്യട മോനെ. ഉമ്മക്ക് എന്ത് പറ്റുമ്പോ പെട്ടെന്ന് ഉമ്മ കാലത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഉമ്മാക്ക് ഒരു വയ്യാ പോലെ. ഉമ്മക്ക് തീരെ വയ്യമ്മ എന്നാ ഹോസ്പിറ്റലിൽ പോണമ്മ. എനിക്ക് തീരെ വയ്യട മോനെ. പ്രഷറും ഷുഗറൊക്കെ കൂടിയെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തല കറങ്ങണം, ഛർദിക്കാൻ വരുന്നു. ഇനി ഒന്ന് ഡോക്ടർക്ക് കൊണ്ടുപോടാ മോനെ. ഉമ്മ എണീച്ചേ. ഉമ്മ ഇങ്ങനെ ഇരിക്കാൻ നിൽക്കല്ലേ. ഒരുപാട് വയ്യാതെ ഉണ്ടായിട്ട് ഇങ്ങനെയാണോ? ഉമ്മ ഫർദ മാറിയേ. നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകാൻ നോക്കാം. ശരി ഫർദ മാറ്. അതൊക്കെ നല്ലത്. ഉമ്മാക്കണ വയ്യ. ഇനിയിപ്പോ സിനിമയ്ക്ക് വേണ്ട താങ്ക് യു വേണ്ട. സിത്തു, ഉമ്മാക്ക് തീരെ വയ്യ. നമുക്കേ സിനിമയ്ക്ക് പിന്നെ പോവാം. ഞാൻ ഉമ്മാന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാണ്. ആ കറക്റ്റ് സമയത്ത് നിങ്ങളുടെ ഉമ്മ വന്നൂല്ലേ? ഇതൊക്കെ എനിക്ക് മുൻകൂട്ടി നേരത്തെ അറിയാം. അതെ, ഇതൊക്കെ നിങ്ങളുടെ ഉമ്മയുടെ അടവാണ്. അടവാ? എന്തടവ്? നീ വെറുതെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ നിൽക്കണ കേട്ടാ. നീ ഡ്രസ്സൊക്കെ അയച്ചു വെച്ചേ. ഞാൻ ഉമ്മാനെ കൊണ്ടുപോയിട്ടേ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വരാം. അടവ്. എനിക്ക് മഴയാണെങ്കിൽ മുന്നേ പറഞ്ഞൂടെ പണിയില്ലാന്ന്. അവിടെ പോയിട്ട് തിരിച്ചു വരുന്നത് ഇപ്പൊ നോക്കിയേ, എന്ത് വെയില. എന്ത് ചെയ്യാ? ഇത് രണ്ടും മറത്തിരിക്കണ എവിടേക്കോ പോവാൻ പുറപ്പെട്ടിരിക്കണ പോലെ ഉണ്ടല്ലോ. അല്ല, നീ എവിടേക്ക് പുറപ്പെട്ട് നിക്കണ? പുറത്തേക്ക് എങ്ങനെ പോവണ്ട? പുറത്തേക്ക് പോകാൻ നിന്നതാ. അപ്പോഴേക്കാണ് ഉമ്മാക്ക് തീരെ വയ്യാണ്ട്. ഉമ്മാനെ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ട് നിൽക്കുക. എല്ലാം നിനക്കിപ്പോ സിനിമയ്ക്ക് പോയിണ്ടാവും ഞാനും സിത്തും കൂടിയിട്ട്. അല്ല, നിനക്ക് നിന്ന് പണിയില്ലേ? ഒന്നും പറയണ്ട. മടാന്ന് പറഞ്ഞിട്ട് ഇന്ന് എല്ലാവരോടും തിരിച്ചു പോവാൻ പറഞ്ഞു. ബസ് ഇവിടെ ഇറങ്ങിയപ്പോഴാണ് എന്ത് വെയില നോക്കിയേ. അതങ്ങനെ തന്നെ. അല്ല, ഉമ്മാക്ക് വയ്യെങ്കിലേ ഞാനന്ന് ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. നീ ചുറ്റു വന്ന സിനിമയ്ക്ക് പോക്കോ. അത് നല്ലൊരു കാര്യമാണല്ലോടാ. അങ്ങനെ വെച്ചാലേ ഞാനും സിത്തും സിനിമയ്ക്ക് പോവാ. ടിക്കറ്റ് എടുത്തു പോയില്ലേ, വെറുതെ പൈസ കളയണ്ടല്ലോ. അങ്ങനെ വെച്ചാൽ നീ ഉമ്മാനെന്നേ കൊണ്ടുപോയാൽ മതി. അത് നല്ലത്. എന്നാലേ ഞാൻ സിത്തുവിന്റെ ഡ്രസ്സ് മാറാൻ പറയട്ടെ. വേണ്ട, എനിക്ക് നിന്റെ കൂടെ തന്നെ വരണം. അവൻ ഒരു ദിവസം പണിയില്ലാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നാ അവനൊന്ന് കിടന്നുറങ്ങുക, എത്ര റെസ്റ്റ് ഇരിക്കട്ടെ മോനെ. ദിവസം പണിക്ക് പോകുകയല്ലേ. എനിക്ക് നിന്റെ കൂടെ തന്നെ വരണം. തീരെ വയ്യ, അതുകൊണ്ടാണ്. വയറൊക്കെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക്. നിന്റെ കൂടെ വന്നാൽ തന്നെ എനിക്ക് ശരിയാവുള്ളൂ. അവനൊന്ന് കിടന്നുറങ്ങട്ടെ. നീ വന്നേ. നിനക്ക് ഉമ്മാനിവിടെ വലുതാണോ നിനക്ക് സിനിമ? എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മ. അവർ രണ്ടുപേരും പോട്ടെ. വെറുതെ ആ ടിക്കറ്റിന്റെ പൈസ കളയണ്ടല്ലോ. പോയിക്കോട്ടമ്മ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം ഉമ്മാനെ. ഇക്ക ഉണ്ടല്ലോ ഇക്ക കൊണ്ടുപോക്കോളും. വെറുതെ എന്തിനാ പൈസ കളഞ്ഞു? 200 400 ഉറുപ്പ്യാണ് വെറുതെ വേസ്റ്റ് ആയി കളയണ്ടല്ലോ. വേണ്ട, നീ എന്നെ കൊണ്ടുപോയാൽ മതി. അതേ, നിനക്ക് ഉമ്മാനെ ഇവിടെ വലുതാണോ സിനിമ? കാശാണോ നിനക്ക് വലുത്? കാശ് പോയാൽ പോട്ടെ. ഉമ്മാനെ കൊണ്ടുപോകാൻ പറ്റുമോ പറ്റില്ലയോ? നടക്ക്. ഉമ്മ പറഞ്ഞിട്ട് കഴിഞ്ഞു. നടക്ക് പോവാ. എനിക്ക് വയ്യ, നിൽക്കാൻ പോലും പറ്റണില്ല എനിക്കെന്ന് പറയുമ്പോ എന്താ മനസ്സിലാകാത്തത്? അയ്യോ, എനിക്ക് തലവേദന എടുക്കണേ. അതേ, ഉമ്മാന്റെ വയ്യാകെ ഇപ്പൊ എന്താന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഷമീറേ, നീ സിത്തുവിനെ കൂടിയിട്ടേ സിനിമയ്ക്ക് പോയേ. ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. വന്നേ, നീ പോയിക്കോ. എന്താ മോനെ? മങ്ങൾ ഒരു കാര്യം പറയാനുണ്ട്. ഉമ്മാക്ക് വയ്യാത്തല്ലേ? ഉമ്മാക്ക് വയ്യടാ. അല്ല അമ്മ, ഉമ്മാക്ക് കുശുമ്പല്ലേ അവർ രണ്ടുപേരും സിനിമയ്ക്ക് പോണതിന്. എന്തിനാ അമ്മ ഇങ്ങനെ നാടകം കളിക്കുന്നത്? അവര് ചെറിയ പിള്ളേരല്ലേ, സിനിമയ്ക്ക് പോട്ടെ. എന്താണമ്മ? അതെ, കുശുമ്പ് തന്നെയാ. എനിക്ക് ഒരു പനിയും ഇല്ല, ഒരു തലവേദനയും ഇല്ല, ഒരു വയറുവേദനയും ഇല്ല.
നീ വന്ന കാരണമാണ് ഇപ്പോൾ. നിനക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരായിരുന്നില്ലേ? അതെ, ഒറ്റക്ക് അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുമ്പോഴേ അവൾ മേക്കപ്പ് ചെയ്തിട്ടിരിക്കുക. പുറത്തേക്ക് പോകാനേ അവനോട് ഫസ്റ്റ് തന്നെ പറഞ്ഞു. എൻ്റെ മോനെ ഉമ്മ പറയണത് തന്നെ അനുസരിക്കുള്ളൂ. നീ കാരണമാണ് അവരിപ്പോൾ സിനിമക്ക് പോണത്. ഇപ്പം എത്ര നേരം ഞാൻ അഭിനയിച്ചത് എന്തായി? എന്തെങ്കിലും ഫലം ഉണ്ടാ? ഉമ്മ ഞാൻ പറഞ്ഞ കേക്ക്. അവൻ ആരാ? ഉമ്മാൻ്റെ മോനല്ലേ? അപ്പൊ സിത്തു ആരാ? അത് ഉമ്മയുടെ മോളാണ്. അതെന്തിനുമ്മ വേർതിരിച്ച് കാണുന്നത്? മോളെ പോലെ കണ്ടു നോക്കിക്കേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതേ, എല്ലാ കുടുംബത്തിലുള്ള പ്രശ്നം തന്നെയാണ് ഇവിടെയും. പക്ഷെ അതും ഉമ്മാൻ്റെ മോന് എന്ന് കരുതി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവര് പോയിക്കോട്ടമ്മ, അതൊന്നും കുഴപ്പമില്ല. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഇത്ര നേരം ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി. അവർ പോവുകയും ചെയ്യും. ഉമ്മാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്നാ നന്നാവുക.